ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റേഷൻ കടക്കാരോട് സർക്കാർ വഞ്ചന കാണിക്കുകയാണെന്നാരോപിച്ച് ഫെബ്രുവരി 1 മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടികൾ കവർച്ച ചെയ്യപ്പെട്ട കേസിൽ സമഗ്രാന്വേഷണത്തിന് CBIയെ ഏൽപ്പിക്കണമെന്ന സ്വാമി ചിദാനന്ദപുരി. ദേശീയ യുവജന ദിനത്തിൽ ആകർഷകമായ പരിപാടികളുമായി RK മിഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ജീവിത ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് മജീഷ്യൻ മുതുകാടുമായി സംവാദമൊരുക്കി കാലിക്കറ്റ് ചേംബർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. റേഷൻ കടക്കാരോട് സർക്കാർ കാണിക്കുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 1 മുതൽ റേഷൻ കടകൾ അനിശ്ചിതമായി അടച്ചിട്ട് സമരം നടത്തുമെന്ന് റേഷൻ വ്യാപാര സംഘടനാ ഭാരവാഹികൾ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ 9 വർഷങ്ങളായി വേതന പാക്കേജ് പരിഷ്കരണത്തിന് വേണ്ടിയുള്ള നിവേദനങ്ങൾ, അഭിമുഖ സംഭാഷണങ്ങൾ, താലൂക്ക് ആസ്ഥാനങ്ങൾ മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെയുള്ള സമരങ്ങൾ എന്നിവയെ തുടർന്നാണ് സർക്കാർ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷൻ വ്യാപാരികൾക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വേതന പാക്കേജ് പരിഷ്കരണ ശുപാർശകൾ നടപ്പിലാക്കാതെ സർക്കാർ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് സംഘടനാ നേതാക്കൾ ആരോപിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമ്പോൾ ഈ രംഗത്ത് സർക്കാർ പറയുന്ന റേഷൻ സർക്കാർ പറയുന്ന സ്ഥലത്ത് സർക്കാർ പറയുന്ന സമയത്ത് സമയബന്ധിതമായി വിതരണം ചെയ്യുന്നവരാണ് റേഷൻ വ്യാപാരികൾ. കഴിഞ്ഞ കാലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, കേരളം പനി പിടിച്ച് വെറുങ്കടിച്ചപ്പോൾ, കേരളത്തിൽ മഹാപ്രളയമുണ്ടായപ്പോൾ ഒക്കെ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചപ്പോൾ യാതൊരു പരാതികളുമില്ലാതെ, ഒരു പരാതിക്കിടയില്ലാതെ റേഷൻ നൽകിയവരാണ്. കമ്മീഷൻ കിട്ടാൻ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വേതനം കിട്ടി. ഇന്നും നമ്മൾ റേഷൻ കൊടുക്കുന്നത് ഒരു വരുമാനവും ഇല്ലാതെയാണ് റേഷൻ വ്യാപാരികളിൽ നിന്ന് റേഷൻ കൊടുക്കുന്നത്. ഒരു പൈസ പോലും ഞങ്ങൾക്ക് വരുമാനമില്ല. ഇത് സർക്കാർ തന്നെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് സമയബന്ധിതമായി ഞങ്ങളുടെ കമ്മീഷൻ ഞങ്ങൾക്ക് നൽകാൻ നടപടി സ്വീകരിക്കണം. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി 1 മുതൽ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരണം നടപ്പിലാക്കാത്ത പക്ഷം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ അസോസിയേഷൻ എന്നിവർ ചേർന്നുള്ള സംയുക്ത റേഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1 മുതൽ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് അനിശ്ചിതകാല സമരം നടത്തുമെന്ന് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, കാടാമ്പുഴ മൂസ, T മുഹമ്മദ് അലി, ബിജു കൊട്ടാരക്കര, C മോഹനൻ പിള്ള തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടികൾ കവർച്ച ചെയ്യപ്പെട്ട കേസിൽ സമഗ്ര അന്വേഷണത്തിന് CBIയെ ഏൽപ്പിക്കണമെന്ന മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചൊന്നും മന്ത്രിതല രൂപത്തിൽ പറഞ്ഞിട്ടില്ല, ഇത്തരം മന്ത്രിതല രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സന്യാസിമാർക്ക് കേൾക്കാനുള്ളത് മുഴുവൻ, പറയാനുള്ളത് മുഴുവൻ അനുഭാവമൊന്നും കേൾക്കുകയും ഒക്കെ ചെയ്തത് അന്തരീക്ഷത്തിലാണ്. അതാണ് സമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടി മാർഗദർശക മണ്ഡലത്തിന് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കവർച്ച ചെയ്യപ്പെട്ട സ്വർണ്ണ ഉരുപ്പടികളും മറ്റും വിദേശത്തേക്ക് കടത്തപ്പെട്ടിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പ്രതിസ്ഥാനത്താണെന്നും സംശയിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിലൂടെ മാത്രമേ നീതി നടപ്പാക്കാനാവുകയുള്ളൂ എന്നും മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തവർക്ക് അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. കുറ്റം ചെയ്തവർ മന്ത്രിയായാലും തന്ത്രിയായാലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഇതിന്റെ പേരിൽ ആരും ബലിയാടാക്കപ്പെടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവേണ്ടതുണ്ടെന്നും ഇല്ലെങ്കിൽ സന്യാസി സമൂഹം പ്രക്ഷോഭത്തിന് നേരിട്ട് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാമി വിവേകാമൃതാനന്ദമയി, സ്വാമി ജിതാത്മാനന്ദ സരസ്വതി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ദേശീയ യുവജന ദിനത്തിൽ ആകർഷകമായ പരിപാടികൾ ഒരുക്കി ശ്രീരാമകൃഷ്ണ മിഷൻ സേവാശ്രം സ്കൂൾ. കോഴിക്കോട് ആർക്കൈ മിഷൻ സ്കൂൾ വേദി വിശിഷ്ട വ്യക്തികളെയും പ്രൗഢമായ ചടങ്ങുകൾ കൊണ്ടും സമ്പന്നമായി. പുരസ്കാര വിതരണവും ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ യുവജന ദിനാഘോഷം നടത്തി. സാംസ്കാരിക സമ്മേളനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിദ്ദിഖ് PT അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശൗര്യചക്ര സുബേദാർ മേജർ PV മനേഷ്, മറിമായം ഫെയിം സ്നേഹ ശ്രീകുമാർ, സുബേദാർ മേജർ അഖിലേഷ് PP എന്നിവർ വിശിഷ്ടാതിഥികളായി. സ്വാമി നരസിംഹാനന്ദജി യുവജനദിന സന്ദേശം നൽകി. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നവരെയും ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് കുമാരി ആയിഷയെയും ആദരിച്ചു. രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആയിഷ. വുഷു എന്ന കായിക ഇനത്തിൽ ദേശീയ തലത്തിൽ നിരവധി അവാർഡുകൾ ആയിഷ കരസ്ഥമാക്കി. ഫെഡറേഷൻ കപ്പ് മത്സരങ്ങളിലും തിളങ്ങുന്ന പ്രകടനമാണ് ഈ കൊച്ചുമിടുക്കി കാഴ്ചവെച്ചത്. ഈ നേട്ടങ്ങൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ 2025 ഉജ്ജ്വല ബാല്യ പുരസ്കാരം നൽകി ആയിഷയെ ആദരിച്ചത്. പരിപാടിയുടെ ഭാഗമായി സംഗീത, നൃത്ത, ചിത്ര, ശില്പ സമന്വയത്തിൽ 3 കുട്ടികൾ വിവേകാനന്ദ സ്വാമിയുടെ ഭക്തിഗാനത്തിന് ചുവടുകൾ വെച്ചു. ജയ ജയ സ്വാമിജി, ജയ ജയ സ്വാമിജി. പെൻ, പെൻസിൽ, വാട്ടർ, മ്യൂറൽ, അക്രിലിക്, കാർട്ടൂൺ, കളിമണ്ണ് തുടങ്ങിയ 7 മാധ്യമങ്ങളിൽ ഒരേ സമയം പാട്ടിനോടൊപ്പം വിവേകാനന്ദ സ്വാമിയുടെ ഛായാചിത്രം വരച്ചു. ചടങ്ങിൽ PCK രാജാ പുരസ്കാരവും മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ശ്രീരാമകൃഷ്ണ മിഷൻ LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീലത മേനോൻ, വിവേകാനന്ദ ജൂനിയർ സ്കൂൾ HM സുവിശ, LP സ്കൂൾ PTA പ്രസിഡന്റ് ജിതേഷ് N, ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃസംഘം പ്രതിനിധി വർഷ, LP മാതൃസംഘം പ്രതിനിധി രമ്യ, സുധീഷ് എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി HM ശാന്തകുമാർ K, പ്രിൻസിപ്പൽ മനോജ് കുമാർ G എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് ചേംബർ അംഗങ്ങൾ മജീഷ്യൻ മുതുകാടുമായി സംവാദം നടത്തി. ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ നേരം സംസാരിച്ച മുതുകാട് തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്ട് സെന്ററിലേക്കും ചേംബർ അംഗങ്ങളെ ക്ഷണിച്ചു. കാലിക്കറ്റ് ചേംബർ ഭവനിലായിരുന്നു സംവാദം. മജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് കാലിക്കറ്റ് ചേംബർ അംഗങ്ങളുമായാണ് സംവദിച്ചത്. ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ നേരം സംസാരിച്ച മുതുകാട് ചേംബർ അംഗങ്ങളെ തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്ട് സെന്ററിലേക്ക് ക്ഷണിക്കാനും മറന്നില്ല. ഞാൻ എല്ലാവരെയും ക്ഷണിക്കാം തിരുവനന്തപുരത്തേക്ക് ഒരു പിക്നിക് പ്ലാൻ ചെയ്യാം. അവിടെ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സംരംഭമുണ്ട്. ഇത് വന്നതിന് ഒരിക്കലും നഷ്ടമാണ്. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സംരംഭമുണ്ട്. ഏഷ്യത്തെ ആദ്യത്തെ മാജിക് തീം പാർക്കാണ്. ഇപ്പോഴും വേറെ ആൾക്കത് കോമ്പീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വളരെ
സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാച്ച് പ്ലാനറ്റോട് ചേർന്നാണ് ഈ ഡിഫറെന്റ് ആർട്സ് സെന്റർ. ഇറ്റ്സ് എ 5 acres ലാൻഡ്. ഗവൺമെന്റ് ലീസിനെടുത്തതാണ്. അത് താഴെ ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. ചേംബർ പ്രിവിലേജ് മെമ്പർഷിപ്പ് കാർഡ് വിതരണോദ്ഘാടനം ഗോപിനാഥ് മുതുകാട് പോപ്പീസ് ബേബി കെയർ ചെയർമാൻ ഷാജു തോമസിന് നൽകി നിർവഹിച്ചു. സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദിരാജ, PM ഷാനവാസ്, PA ആസിഫ്, ഐബ് തോമസ്, C ചാക്കുണ്ണി, TK രാധാകൃഷ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 മുതൽ 3 ദിവസം മഹാത്മാഗാന്ധി ബോധന യാത്ര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. യാത്ര 26-ന് അടിവാരത്ത് നിന്നും ആരംഭിച്ച് 28-ന് കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കും. അടുത്ത റിപ്പബ്ലിക് ദിനത്തിൽ അടിവാരത്ത് നിന്ന് ഗാന്ധിയുടെ വേഷത്തിൽ ഞാൻ കടപ്പുറത്തേക്ക് നടക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ബോധന യാത്ര നടത്തുന്നത്. അപ്പോൾ ഈ ബോധന യാത്ര ഇവിടെ എത്തുന്നതോടുകൂടി ഉടനെ തന്നെ ഞങ്ങൾ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നുണ്ട്. എല്ലാം ട്രസ്റ്റാണ്. ആ ട്രസ്റ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ എല്ലാ ജില്ലകളിലും ഇതോടൊപ്പം ഇതേ രൂപത്തിലുള്ള യാത്ര നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധിയെ വീണ്ടും ജനങ്ങളിലേക്ക് ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, കുട്ടികളെ ഇടയിലേക്കൊക്കെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തുകയും പേരും ചിത്രങ്ങളും വെട്ടിമാറ്റുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗാന്ധിയൻ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മഹാത്മാഗാന്ധി ബോധനയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതീകാത്മക ഗാന്ധിയായി അസീസാവേലം നടത്തുന്ന യാത്ര ജനുവരി 26-ന് രാവിലെ 9:30 മണിക്ക് അടിവാരത്ത് MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. 28-ന് വൈകിട്ട് 4-ന് കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധി റോഡിൽ സമാപന യോഗത്തിൽ UK കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തും. അസീസാവേലം, മേപ്പാടി ബാലകൃഷ്ണൻ, KK ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CPM ഫറൂഖ് ഏരിയ കമ്മിറ്റി ബേപ്പൂരിൽ സംഘടിപ്പിച്ച പേരോത്ത് രാജീവൻ രക്തസാക്ഷി ദിനാചരണ പൊതുയോഗം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രഭാതപേരി, പ്രതിജ്ഞ, പുഷ്പാർച്ചന എന്നിവയും നടന്നു. പേരോത്ത് രാജീവൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPIM ആഭിമുഖ്യത്തിൽ ബേപ്പൂർ, നടുവട്ടം ഈസ്റ്റ്, അരക്കിണർ, മാത്തോട്ടം എന്നീ 5 ലോക്കലുകൾക്ക് കീഴിലെ എല്ലാ ബ്രാഞ്ചുകളിലും പ്രഭാത ഭേരി നടത്തി. പ്രവർത്തകർ പ്രകടനമായെത്തി നടുവട്ടത്ത് കേന്ദ്രീകരിച്ചു. രാവിലെ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം രക്തസാക്ഷി പ്രതിജ്ഞ പുതുക്കി. ദിനാചരണത്തിന്റെ ഭാഗമായി ബേപ്പൂരിൽ CPIM ഫറൂഖ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന റാലിയും അനുസ്മരണ സമ്മേളനവും നടന്നു. BC റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ബേപ്പൂർ അങ്ങാടിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി ജീവിച്ചിരുന്നാൽ തങ്ങളുടെ മതരാഷ്ട്രം നടപ്പാക്കാൻ കഴിയില്ല എന്ന് RSS മനസ്സിലാക്കി. വർഗീയതക്കെതിരാണ് ഗാന്ധിജി, വർഗീയ കലാപത്തിനെതിരാണ് ഗാന്ധിജി. മാറാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കലാപത്തെ കുറിച്ച് ഇന്ന് നാം ഓർക്കുമ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തുണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയെയാണ് RSSകാർ വെടിവെച്ചു കൊന്നത്. അതിന് മറ്റൊരു കാരണവുമില്ല. ഒറ്റ കാരണം, ഗാന്ധിജി ജീവിച്ചാൽ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ കഴിയില്ല. അതാണ് RSS. ആ സംഭവത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത് ഇന്ത്യയുടെ 1ാമത്തെ ദേശീയ ദുരന്തമെന്നാണ്. ഏരിയ കമ്മിറ്റി അംഗം വാഴയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ്, ഏരിയ സെക്രട്ടറി T രാധാഗോപി, ഏരിയ കമ്മിറ്റി അംഗം K രാജീവ്, ലോക്കൽ സെക്രട്ടറി KT സ്മിജിത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. KATF താമരശ്ശേരി വിദ്യാഭ്യാസ സമ്മേളനം നടത്തി. അതിജീവിക്കാം, കരുത്താർജിക്കാം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ സമ്മേളനം നടന്നത്. സംഘടനാ നേതാക്കളും പ്രതിനിധികളും പങ്കെടുത്തു. KATF താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം STU ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇവിടെ പറഞ്ഞു, ഇതൊക്കെ തൊഴിലാളികളാണ്, തൊഴിലെടുക്കുന്നവരൊക്കെ തൊഴിലാളികളാണ്. അതായത് തൊഴിലാളി എന്നുള്ളതിന്റെ അർത്ഥം ആരാണോ തൊഴിലെടുക്കുന്നത് അവരൊക്കെ ആ അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ അതിപ്പോ കുറെ ശരിയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ കൊണ്ടുവന്നത് ഇവിടുത്തെ തൊഴിൽ രംഗത്തുള്ള തൊഴിൽ നിയമങ്ങൾ. ഷാജഹാൻ അലി അഹമ്മദ് അധ്യക്ഷനായിരുന്നു. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവാസ് ഈർപ്പോണ മുഖ്യപ്രഭാഷണം നടത്തി. KATF സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് ഖാസിമി പ്രമേയ പ്രഭാഷണം നടത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന വിദ്യാഭ്യാസ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് അലിക്ക് യാത്രയപ്പ് നൽകി. റിട്ടേണിംഗ് ഓഫീസർ MK റഫീഖ് സംഘടനാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. സംസ്ഥാന കൗൺസിലർമാരായ മുനീർ പേരാമ്പ്ര, റാഫി ചെറച്ചോറ, ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, ജില്ലാ വനിതാ വിംഗ് ട്രഷറർ ഷമീന NK തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഷാജഹാൻ അലി അഹമ്മദ്, സീനിയർ വൈസ് പ്രസിഡന്റായി മുഹമ്മദ് അലി പേരാമ്പ്ര, ജനറൽ സെക്രട്ടറിയായി നൂറുദ്ദീൻ കാന്തപുരം, ട്രഷററായി അബ്ദുൾ മജീദ് മുക്കം എന്നിവരെയും മറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അതിജീവിക്കാം, കരുത്താർജിക്കാം എന്ന പ്രമേയമാണ് ഈ പ്രാവശ്യം സമ്മേളനത്തിന് ഉയർത്തിപ്പിടിക്കുന്നത്. കാലിക പ്രസക്തമായ മുദ്രാവാക്യം കേവല അധ്യാപക ലോകത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് സാമൂഹികവും സാമുദായികവും മറ്റെല്ലാ മേഖലകളെയും ബന്ധിച്ചുള്ള ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശിഷ്യ കടക്കണി മൂലം ബുദ്ധിമുട്ടുന്ന ഒരു സർക്കാരും അതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരുന്ന ജീവനക്കാരും ഒക്കെ ഉണ്ടാവുന്ന ഒരു സന്ദർഭത്തിൽ ഈ പ്രമേയം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ജന്മദിനത്തിൽ ഒരുക്കിയ ഗാന്ധർവം സംഗീത പരിപാടി ശ്രദ്ധേയമായി. കോഴിക്കോട്ടെ പ്രശസ്തരായ ഗായകർ ഗാനങ്ങൾ ആലപിച്ച് ജന്മദിനാഘോഷം അവിസ്മരണീയമാക്കി. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ 86ാം ജന്മദിനത്തിൽ സംഗീത കൂട്ടായ്മയായ ഓറ മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ഗാനമേള സംഗീതാസ്വാദകർക്ക് സംഗീത വിരുന്നായി. യേശുദാസിന്റെ ശബ്ദ സൗകുമാര്യത്താൽ വിഖ്യാതനായ ഒരു കൂട്ടം പാട്ടുകളുമായാണ് ഓറ മ്യൂസിക്കിലെ ഗായകർ വേദിയിലെത്തിയത്. ഗാന്ധർവം എന്ന് പേരിട്ട സംഗീത പരിപാടിക്ക് സുനിൽ ലാൽ, ശരത് കുമാർ, അജിത് നാരായണൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഇവർക്കൊപ്പം രോഷ്നി, ഏക്ത, സുനിൽ ലാൽ, ഐശ്വര്യ രാജ്, ജിഷ ഉമേഷ് എന്നീ ഗായികമാരും ഗാനങ്ങൾ ആലപിച്ചു. കണ്ണുകളാലെ
പുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. സംഗീതനിശ വിജയമോഹൻ പാറപ്പുറത്ത് ഏകോപിപ്പിച്ചു. ആർ ജയന്തകുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 50,000 പാട്ട് പാടിയ അദ്ദേഹം അതിന് ബദലില്ല അല്ലേ? ഇനി ആരും പാടാൻ പോകണില്ല. ഇപ്പോഴത്തെ ആ പാട്ടുകാരൊക്കെ കുറച്ച് പാട്ട് പാടിക്കഴിഞ്ഞാൽ അദ്ദേഹം പോയി. അപ്പോൾ ഈ 50,000 റെക്കോർഡ് ആർക്കും ഭേദിക്കാൻ പറ്റില്ല, നമ്മൾ ജീവിക്കേണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇന്ത്യയിൽ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് അദ്ദേഹത്തിന് മലയാളീസ് കേരളമുള്ള ആൾക്കാർ എല്ലാ മലയാളീസിനും വേണ്ടി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഭാരത് രത്ന നമുക്ക് ശ്രമിച്ചൂടെ? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൂര്യയോഗ് ഫൗണ്ടേഷൻ കോഴിക്കോട്ട് ജനുവരി 17 ഗുജറാത്തി സ്കൂളിൽ വെച്ച് സൂര്യോഹം 26 ഏകദിന ക്യാമ്പ് നടത്തും. സൂര്യയോഗയുടെ സിദ്ധാന്തവും അനുഷ്ഠാനവും എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഈ സൂര്യയാഗം എന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായി സൂര്യയോഗയുടെ പ്രസക്തിയെക്കുറിച്ച്, കാലഘട്ടത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, സോഷ്യൽ മീഡിയ വഴിയൊക്കെ വഴിതെറ്റിപ്പോകുന്ന പുതിയ സമൂഹത്തിന് നേർരേഖയിൽ കൊണ്ടുവരാനുള്ള തികച്ചും ശാസ്ത്രീയപരമായ, കാലഘട്ടത്തിനും സമൂഹത്തിനും അനിവാര്യമായ ഒരു സംവിധാനമാണ് സൂര്യയോഗ. സൂര്യയോഗ മനുഷ്യന് ഏതെല്ലാം തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ഈ പരിപാടിയിലൂടെ വ്യക്തമാക്കപ്പെടുമെന്ന് സംഘാടകർ പറഞ്ഞു. ജനുവരി 17 ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സൂര്യയോഗയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമായി തേർഡ് ഐ ആക്ടിവേഷൻ, സൂര്യഹോമം എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള പഠനം എന്നിവയും ഉണ്ടാകും. ക്ലാസുകൾക്ക് സൂര്യയോഗ ഫൗണ്ടേഷൻ മുംബൈയിൽ നിന്നുള്ള സൂര്യാജി നേതൃത്വം നൽകും. സ്വാമി ചിദാനന്ദപുരി, മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംവിധായകൻ രാമസിംഹൻ തുടങ്ങിയവരും സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ സിദ്ധാർത്ഥൻ VK, ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം ജയാനന്ദൻ MA, സെക്രട്ടറി അഡ്വക്കേറ്റ് റജി കുമാർ, പുരുഷോത്തമൻ K, ഡോക്ടർ രാജേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ കടക്കാരോട് സർക്കാർ വഞ്ചന കാണിക്കുകയാണെന്നാരോപിച്ച് ഫെബ്രുവരി 1 മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടികൾ കവർച്ച ചെയ്യപ്പെട്ട കേസിൽ സമഗ്രാന്വേഷണത്തിന് CBIയെ ഏൽപ്പിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി. ദേശീയ യുവജന ദിനത്തിൽ ആകർഷകമായ പരിപാടികളുമായി RK മിഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ജീവിത ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് മജീഷ്യൻ മുതുകാടുമായി സംവാദമൊരുക്കി കാലിക്കറ്റ് ചേംബർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.